നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്റർപ്രൈസ് മീറ്റ് ലുലു ഇന്റർനാഷണൽ സെന്ററിൽ ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി ഹോളി ഫാമിലി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സ്കൂളിലെ അധ്യാപകരെ ആദരിച്ചു. നടത്തറ പഞ്ചായത്ത് ആയുർവേദ ആശുപത്രി ആയുഷ് വയോജന ക്യാമ്പ് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. വിശദമായ വാർത്തകളിലേക്ക്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്റർപ്രൈസ് മീറ്റ് 2024 ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷം വീതം ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കേബിൾ TV വരിക്കാരെ കണ്ടെത്തുകയാണ് മീറ്റിന്റെ ലക്ഷ്യം. സമാനതകളില്ലാത്ത സംരംഭകത്വ മാതൃകകളാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 ദശകങ്ങളായി സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നത്. പ്രാദേശിക ക്ലസ്റ്ററുകൾ മുതൽ സംസ്ഥാന തലം വരെ ഒട്ടേറെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളും മാധ്യമ സ്ഥാപനങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡർമാരും ഉൾപ്പെടെ നൂറുകണക്കിന് സംരംഭക കൂട്ടായ്മകൾക്ക് നേതൃത്വപരമായ പിന്തുണ നൽകുന്നത് COA ആണ്. രാജ്യത്ത് കേബിൾ TV വരിക്കാരുടെ എണ്ണം കുറഞ്ഞു വരുമ്പോഴും കേരള വിഷൻ തുടർച്ചയായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരിക്കാരുള്ള 5ാമത്തെ സേവനദാതാവായി കേരള വിഷൻ ഡിജിറ്റൽ TVയും 7ാമതെത്തിയ കേരള വിഷൻ ബ്രോഡ്ബാൻഡും സംസ്ഥാനത്ത് 1ാമതെത്തിയിരിക്കുകയാണ്. മൂലധന കമ്പനികളുടെ കടുത്ത മത്സരങ്ങളെ അതിജീവിച്ച് COA ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നു. കേരള വിഷൻ ചെയർമാൻ K. ഗോവിന്ദൻ ചടങ്ങിൽ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി PB സുരേഷ്, KCCL MD സുരേഷ് കുമാർ, ഇൻഫോ മീഡിയ MD KV രാജൻ, ജില്ലാ സെക്രട്ടറി P. ആന്റണി എന്നിവർ സംസാരിച്ചു. ഞാനിവിടെ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ആ പ്രസംഗം ശ്രദ്ധിച്ചു. പ്രസംഗം ആവേശകരമായിരുന്നു എന്ന് മാത്രമല്ല, വളരെ കോൺഫിഡൻറ്റോട് കൂടിയാണ് സുരേഷ് പറഞ്ഞത്. ആ കോൺഫിഡൻ്റ് ആണ് ഒരു പ്രസ്ഥാനത്ത് നയിക്കാൻ ഏറ്റവും അനിവാര്യമായിരുന്നു. ഇവിടെ ബഹുമാനായ ശ്രീ പോൾ തോമസിൻ്റെ ഒരു വിഷയമുണ്ട്, എൻ്റർപ്രണർഷിപ്പ് ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ എൻ്റർപ്രണർഷിപ്പ് ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസിൽ ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ പോൾ തോമസ് അതിൻ്റെ ഒരു മാതൃകയാണ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളിവിടെ പ്രതിപാദിച്ചതിനേക്കാൾ കൂടുതൽ ഉയർച്ചയും വളർച്ചയും ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് എനിക്ക്. 2009 കാലഘട്ടത്തിലാണ്. അതിനു മുമ്പ് കേബിൾ TV ആയിരുന്നു. നിങ്ങളൊരു ഓർഗനൈസ്ഡ് സെക്ടറായി മാറിയത് 2009 ശേഷം. അതിനുശേഷം നിങ്ങൾക്കുണ്ടായ വളർച്ച അത്ഭുതകരമാണ്, മാതൃകാപരമാണ്. ഇന്നിപ്പോൾ ഡിജിറ്റൽ രംഗത്ത് ഏകദേശം 30 ലക്ഷം കണക്ഷനോടുകൂടി ഇന്ത്യയിലെ തന്നെ ഓൾ ഇന്ത്യ ബേസിൽ നിങ്ങൾ 5ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു എന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്നത്. ബ്രോഡ്ബാൻഡ് രംഗത്ത് 12 ലക്ഷം കണക്ഷനോടുകൂടി ഇന്ത്യയിലെ 7ാം സ്ഥാനം നിങ്ങൾക്ക് മുകളിലുള്ളത് ജിയോ പോലെയുള്ളവരാണ്. അവർ സിമ്മും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ അതെല്ലാം മാറ്റിയാൽ നിങ്ങളുടെ സ്ഥാനം കുറച്ചുകൂടി മുകളിലേക്ക് വരും. അപ്പോൾ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടായ ഈ വളർച്ച, ആ വളർച്ചയുടെ ഉത്തരവാദികൾ ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പുറത്തിരിക്കുന്നവരും അപ്പുറത്തിരിക്കുന്നവരുമാണ് ഈ വളർച്ചയുടെ മുഴുവൻ ഉടമസ്ഥർ. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. സമരക്കാർ ബാരിക്കേഡ് മറിച്ചിട്ട് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചതിനെ തുടർന്ന് പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് തൃശൂർ DCC ഓഫീസിൽ നിന്നും ആരംഭിച്ച് കമ്മീഷണർ ഓഫീസിന് മുൻപിലെത്തി. പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. സമരക്കാർ ബാരിക്കേഡ് മറിച്ചിട്ടു. ഇതിനെ തുടർന്ന് പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു.
പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായെങ്കിലും നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു. തുടർന്ന് പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, അഭിലാഷ് പ്രഭാകർ, സൂരജ് ഗുരുവായൂർ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി കെ ശ്യാംകുമാർ, സൂരജ് ചെറുവത്തേരി, അഞ്ജന എന്നിവർ നേതൃത്വം നൽകി. നടത്തറ പഞ്ചായത്ത് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ആയുഷ് വയോജന ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ രജിത് അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിയ ഗിഫ്റ്റൻ, ഡോക്ടർ ജസ്റ്റിൻ, വാർഡ് മെമ്പർ കെ ജെ ജയൻ, ശ്രീയേഷ് എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് സോഷ്യൽ മീഡിയ കൂട്ടായ്മയും ആസാദ് ഫൗണ്ടേഷനും സംയുക്തമായി ജില്ലയിൽ സംഘടിപ്പിക്കുന്ന കാരുണ്യസ്പർശം പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നേത്രപരിശോധന ക്യാമ്പും തിമിര നിർണയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം രൂപീകരണ യോഗം KSN സ്മാരക ഹാളിൽ നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ SAA ആസാദ്, NR രാധാകൃഷ്ണൻ, ബുഷറ റഷീദ്, ഗോപാലകൃഷ്ണൻ, ജയൻ മംഗലം, ജോണി ചിറ്റിലപ്പള്ളി, KK അബൂബക്കർ, അഡ്വക്കേറ്റ് TS മായദാസ്, PS രാധാകൃഷ്ണൻ, M ബിജു കൃഷ്ണൻ, അയ്യപ്പൻ കോർമാത്ത് തുടങ്ങിയവരും പ്രസംഗിച്ചു. വയനാട് ദുരിതബാധിതർക്കായി തയ്യൽ തൊഴിലാളികളുടെ വിഭവ സമാഹരണം. വയനാട് ദുരിതബാധിതർക്കായി ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി സമാഹരിക്കുന്ന വിഭവങ്ങളിലേക്ക് തൃശൂർ ജില്ലാ കമ്മിറ്റി ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്ന് സമാഹരിച്ച വിഭവങ്ങൾ കൈമാറി. ദുരിതാശ്വാസ വിഭവങ്ങളുമായി FITU ജില്ലാ ഓഫീസിൽ നിന്നും പുറപ്പെടുന്ന വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് FITU ജില്ലാ ജനറൽ സെക്രട്ടറി KS മെഹറുനീസ നിർവഹിച്ചു. FITU സംസ്ഥാന കമ്മിറ്റി അംഗം സരസ്വതി വലപ്പാട്, ജില്ലാ ട്രഷറർ സത്താർ അന്നമനട, ജില്ലാ സെക്രട്ടറി അംബിക ചന്ദ്രാപിന്നി, ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് മങ്ങാട്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ആസിയ മജീദ്, സമീറ നാസർ, ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ലേബേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അനീഷ് പെരുമ്പിലാവ്, കാറ്ററിംഗ് ആൻഡ് ഹോട്ടൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് കാട്ടൂർ, വഴിയോര കച്ചവട ക്ഷേമ സമിതി ജില്ലാ പ്രസിഡന്റ് സുരേഷ് നോങ്ങല്ലൂർ, ഷോപ്സ് ആൻഡ് അതർ എസ്റ്റാബ്ലിഷ്മെന്റ് വർക്കേഴ്സ് യൂണിയൻ കൊക്കാല യൂണിറ്റ് പ്രസിഡന്റ് അനീഷ് പെരുമ്പിലാവ്, MH ഇർഷാദ്, മുഹമ്മദ് അലി കോയാസ്, സഫ്ന മൻസൂർ എന്നിവരും സംബന്ധിച്ചു. വായനയുടെയും അറിവിന്റെയും മലയാളി ലോകം വളർത്തിക്കൊണ്ട് 50ന്റെ നിറവിലെത്തിയ DC ബുക്സിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തൃശൂർ വേദിയാകുന്നു. സെപ്റ്റംബർ 7 നടക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ബെന്യാമിൻ അധ്യക്ഷനാകും. DC ബുക്സിന്റെയും ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവമായ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെയും നേതൃത്വത്തിൽ സാംസ്കാരിക നഗരിക്ക് അക്ഷരാർപ്പണം എന്ന പരിപാടിയും സംഘടിപ്പിക്കും. എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കുന്ന ആഘോഷം സാറ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. നോവൽ, കവിത, ലേഖനം, ചരിത്രം, ഓർമ്മക്കുറിപ്പ് എന്നീ വിഭാഗങ്ങളിൽ 17 പുസ്തകങ്ങളുടെ പ്രകാശനമുണ്ട്. വൈകിട്ട് 6 സുവർണ ജൂബിലി ആഘോഷങ്ങൾ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. K സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ചരിത്രവും സാഹിത്യവും സംഗമിക്കുന്ന ഇടം എന്ന വിഷയത്തിൽ രാമചന്ദ്ര ഗുഹ സുവർണ ജൂബിലി പ്രഭാഷണം നടത്തും. M മുകുന്ദൻ മുഖ്യപ്രഭാഷകനാകും. ചെറിയ മനുഷ്യരും വലിയ ലോകവും ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫിക് നെറേറ്റീവിന്റെ പ്രദർശനം ഉണ്ടാകും. മൺമറഞ്ഞുപോയ ഗാനരചയിതാക്കളായ P ഭാസ്കരൻ, വയലാർ രാമവർമ്മ, ONB കുറുപ്പ്, യൂസഫ് അലി കേച്ചേരി എന്നിവർക്കുള്ള ആദരമായി ഗാനാർപ്പണം നടക്കും. വാർത്താ സമ്മേളനത്തിൽ DC ബുക്ക് CEO രവി DC, പബ്ലിക്കേഷൻ മാനേജർ AV ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. 3.5 ലിറ്റർ വിദേശ മദ്യവുമായി മരോട്ടിച്ചാൽ സ്വദേശി തൃശൂർ എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. കഴിഞ്ഞ ദിവസം വൈകിട്ട് മദ്യവിൽപ്പനയ്ക്കിടെ മരോട്ടിച്ചാൽ വല്ലൂരിൽ നിന്നുമാണ് പ്രതി പിടിയിലായത്. വല്ലൂർ സ്വദേശി മഠത്തിൽ വീട്ടിൽ വിനയനെയാണ് തൃശൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ സജീഷ് കുമാറും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയ ഇയാളിൽ നിന്ന് 3.5 ലിറ്റർ വിദേശ മദ്യവും 500 രൂപയും പിടിച്ചെടുത്തു. ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി.
fully computerized, ISO certified laboratory, hematology, biochemistry, electrolytes, hormones, serology, clinical pathology, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി, an ISO certified laboratory. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ, ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര, ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വാർത്തകൾ തുടരുന്നു. വായനശാലയിൽ അംഗത്വമെടുത്ത് പൂച്ചട്ടി AKM ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും നല്ല പാഠം പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി ഇരവിമംഗലം വായനശാലയിൽ അംഗത്വം നൽകിയത്. പൂരിപ്പിച്ച അപേക്ഷകൾ പ്രസിഡന്റ് TR വിജയൻ ഏറ്റുവാങ്ങി. കുട്ടികൾ വായിക്കുന്ന പുസ്തകത്തിന് കുറിപ്പെഴുതി നൽകാനും എല്ലാ മാസവും ഏറ്റവും നല്ല വായനാക്കുറിപ്പിന് സമ്മാനം നൽകുമെന്നും വായനശാല പ്രസിഡന്റ് അറിയിച്ചു. കുട്ടികളിൽ നിറയെ വായന എന്ന ആശയത്തെ മുൻനിർത്തിയാണ് തുടക്കം. നല്ല പാഠം കോർഡിനേറ്റർ V ബിന്ദു, വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ അബ്സി MT, വിദ്യാർത്ഥി പ്രതിനിധികളായ അനന്യ, അമിത, ജീസ പോൾ, സജി, ഇമ്മാനുവേൽ, ആരഭി, അർജുൻ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രശസ്ത സംവിധായകൻ സച്ചിയുടെ മരണം അന്വേഷിക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് സത്യസന്ധമായ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. സച്ചിയെ ചികിത്സിച്ച സ്വകാര്യ ആശുപത്രിയിൽ സ്ഥിരം കാർഡിയോളജിസ്റ്റോ വിദഗ്ധ ടെക്നീഷ്യനോ ഇല്ലെന്നും എന്നിട്ടും ചികിത്സിച്ചതാണ് മരണത്തിനിടയാക്കിയതെന്നും വാർത്താ സമ്മേളനത്തിൽ മനോജ് ചിറ്റിലപ്പള്ളി, PO അബ്ദുൾ ലത്തീഫ്, തിലകൻ പുളിങ്കുഴി, സുരേഷ് തച്ചമ്പുള്ളി എന്നിവർ പറഞ്ഞു. ടൂ വീലർ കമ്പനി സ്പെയർ പാർട്സുകൾക്കായി ന്യൂ സെലക്ട് ജെനുവിൻ സ്പെയർസ് എന്ന സ്ഥാപനം സെപ്റ്റംബർ 4 ബുധനാഴ്ച മണ്ണുത്തി NH സർവീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ടൂ വീലർ, 3 വീലർ സ്പെയർ പാർട്സ് രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യമുള്ള സെലക്ട് ഓട്ടോമൊബൈൽസിന്റെ സഹോദര സ്ഥാപനമായ ന്യൂ സെലക്ട് ജെനുവിൻ സ്പെയർസിൽ ഹോണ്ട, ഹീറോ, യമഹ, ബജാജ്, TVS, സുസുക്കി, റോയൽ എൻഫീൽഡ് മുതലായ ടൂ വീലറുകളുടെ കമ്പനി ഒറിജിനൽ സ്പെയർ പാർട്സുകൾ, വിവിധ ബ്രാൻഡുകളുടെ ഹെൽമറ്റ്, ടയർ, ലൂബ്രിക്കൻസ്, ബാറ്ററി എന്നിവ ലഭിക്കും. ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കുമാരി അതിഥി നിർവഹിച്ചു. ജാനകിയമ്മ ഭദ്രദീപം കൊളുത്തി. ജയൻ സ്വാഗതം ആശംസിച്ച് പ്രമോദ് നന്ദി അറിയിച്ചു. പാർട്ടി സമിതികളിൽ നടക്കുന്ന ചർച്ചകളും തീരുമാനങ്ങളും പാർട്ടി വിരുദ്ധർക്ക് കൈമാറുകയും കടുത്ത പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളും ജില്ലാ പ്രസിഡന്റുമായ മുഹമ്മദ് കുട്ടി ചാലക്കുടിയെ പാർട്ടിയുടെ ഔദ്യോഗിക പദവികളിൽ നിന്നും അന്വേഷണ വിധേയമായി നീക്കം ചെയ്തു. ഈ വിഷയം അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ സംസ്ഥാന സെക്രട്ടറി ജെയിംസ് കാഞ്ഞിരത്തിങ്കൽ നേതൃത്വം നൽകുന്ന സമിതിയുടെ റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് നാഷണൽ ലീഗ് കേരള സ്റ്റേറ്റ് കമ്മിറ്റി കോഴിക്കോട് അറിയിച്ചു.
മണ്ണുത്തി ഹോളി ഫാമിലി ഇംഗ്ലീഷ് മീഡിയം LP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് മുഴുവൻ അധ്യാപകരെയും ആദരിച്ചു. സിസ്റ്റർ ആൻസി ആൻഡോ S. രാധാകൃഷ്ണന്റെ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് MU മുത്തു അധ്യക്ഷനായി. സിസ്റ്റർ റിൻസി, സിസ്റ്റർ ഹിമ ജോൺ എന്നിവർ മുഖ്യാതിഥികളായി. OSA സെക്രട്ടറി ആന്റോ വി മാത്യു, സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ലിസീറ്റ, സിസ്റ്റർ ജാൻസി, മഞ്ജു ജോർജ്, ജൂലി സോണി, ദിലീപ് കുമാർ, സിമി തോമസ്, ധന്യ മേജോ എന്നിവർ സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സ്കൂളിലെ 20 അധ്യാപകരെയാണ് പൊന്നാടയിട്ടും ഉപഹാരങ്ങൾ നൽകിയും പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആദരിച്ചത്. അധ്യാപകർക്ക് വേണ്ടി മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും കുട്ടികളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഒരു വിദ്യാലയം ഞാൻ കടന്നു പോകുന്നതിൽ ഒന്നുകൂടി തന്നെയാണ്. അതിന്റെ പിന്നില് ഞാൻ ചിന്തിക്കുന്ന എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നൊരു വലിയ ഇതാണ്, നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ കാണിക്കരുത്. നിങ്ങൾക്ക് സമൃദ്ധമായ ദൈവാനുഗ്രഹം ലഭിക്കും. ഫെബ്രുവരി 13-14 ഈ വചനം വന്നിട്ട് മനസ്സിലൂടെ കടന്നുപോയിരുന്നു. ഇന്നേ ദിവസം ഈ അധ്യാപകരെ ഓർക്കുവാൻ, ആദരിക്കുവാൻ എനിക്ക് തോന്നുന്നു നമുക്ക് ഉള്ളത് പങ്കുവയ്ക്കാൻ പറ്റും. നമ്മെ കൊടുക്കാൻ നമ്മൾ കുറച്ച് ത്യാഗം ചെയ്യേണ്ടതായിരുന്നു. വിജ്ഞാനമാകുന്ന അണയാത്ത ദീപമിൽ മുന്നിൽ തെളിച്ചതും ഗുരുവല്ലയോ. AP അബ്ദുൾ വഹാബ് നേതൃത്വം നൽകുന്ന നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടാൻ തീരുമാനിച്ചതായി പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ചാലക്കുടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്റർനാഷണൽ ലീഗിൽ നിന്നും പുറത്താക്കിയ AP അബ്ദുൾ വഹാബ് രൂപം കൊടുത്തതാണ് നാഷണൽ ലീഗ്. നേതൃത്വ നിരയിലുള്ളവരുടെ അധികാരമോഹം സംഘടനയെ UDF പാളയത്തിൽ എത്തിക്കാനുള്ള പിന്നാമ്പുറ ശ്രമം നാഷണൽ ലീഗ് വിടാനുള്ള പ്രധാന കാരണമാണെന്ന് നേതാക്കൾ. വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് കുട്ടി ചാലക്കുടി, ജംഷീർ അലി തിരുവത്ര, നൌഷാദ് കടപ്പുറം, സെയ്ദ് വാടാനപ്പള്ളി, സൈഫുദ്ദീൻ വട്ടേക്കാട് എന്നിവർ പങ്കെടുത്തു. അത്താണി മിണാലൂർ ബൈപ്പാസിൽ കാറും പിക്കപ്പ് വാനും തമ്മിൽ കൂട്ടിയിടിച്ചു. തൃശൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന മുള്ളൂർക്കര സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ച കാറും ചേലക്കര ഭാഗത്തു നിന്ന് വരികയായിരുന്ന കൊറിയർ സർവീസ് കമ്പനിയുടെ പിക്കപ്പ് വാനുമാണ് അപകടത്തിൽപ്പെട്ടത്. വൈകിട്ട് 5:30യോടെയായിരുന്നു സംഭവം. ഇരുവാഹനങ്ങളുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. നിസ്സാര പരിക്കേറ്റ വാഹനയാത്രക്കാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. വടക്കാഞ്ചേരിയിൽ നിന്ന് ഹൈവേ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികളും സ്വീകരിച്ചു. മറ്റൊരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി.
നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക് വീണ്ടും. കോർപ്പറേഷന്റെ കുരീച്ചിറയിലെ അറവുശാലയും മാലിന്യ പ്ലാന്റും ഉടൻ അടച്ചുപൂട്ടണമെന്ന് കുരീച്ചിറ യുണൈറ്റഡ് ഡെവലപ്മെന്റ് അസോസിയേഷൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏതാനും മാസം മുൻപ് OWC പ്ലാന്റിൽ നിന്ന് ഉയർന്ന ഈച്ച ശല്യം, കുടിവെള്ള മലിനീകരണം എന്നിവ കുരീച്ചിറ നിവാസികൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. എത്രയും പെട്ടെന്ന് അറവുശാലയും മാലിന്യ സംസ്കരണ പ്ലാന്റും മൃതദേഹ സംസ്കരണ പ്ലാന്റും മൃഗങ്ങളെ മറവു ചെയ്യുന്ന സ്ഥാപനവും നീക്കം ചെയ്യാത്ത പക്ഷം ജനങ്ങൾ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ TT ജോസ്, MN ഗുണവർദ്ധനൻ, CL ജോയ്, ഡോക്ടർ ടോണി ഫ്രാൻസിസ്, CA പോൾ എന്നിവർ പങ്കെടുത്തു. ആഗതമായിരിക്കുന്ന പൊന്നോണത്തെ വരവേൽക്കാൻ നിറങ്ങളുടെ വർണ്ണച്ചാർത്തും ആരോഗ്യത്തിന്റെ തനിമയും സമന്വയിപ്പിച്ച് പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പാകം ചെയ്തെടുത്ത് നാവിൽ കൊതിയൂറുന്ന രുചിഭേദങ്ങളുടെ മായാപ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ട് കഴിഞ്ഞ 45 വർഷത്തെ പാരമ്പര്യമുള്ള രാമൻസ് റോയൽ ചിപ്സ് ആൻഡ് ബേക്കേഴ്സ് പട്ടിക്കാട് മാർക്കറ്റ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. പട്ടിക്കാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ പ്രസിഡന്റ് K രാഘവൻ ഉദ്ഘാടനം ചെയ്തു. റോയൽ ചിപ്സ് ആൻഡ് ബേക്കേഴ്സ് ഉടമ രാമൻകുട്ടി സ്വാഗതം ആശംസിച്ചു. പട്ടിക്കാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോബി പറപ്പുള്ളി അധ്യക്ഷനായി. വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ബാബു കൊളന്നൂർ ആദ്യ വിൽപ്പന നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി റിദിൻ ആശംസകൾ അറിയിച്ചു. ഷിജിത്ത് ഏവർക്കും നന്ദി പറഞ്ഞു. പാക്കറ്റ് കണ്ടാൽ തന്നെ അറിയാം, മറ്റുള്ള കടക്കാർ വന്ന് കൊടുക്കുന്ന ബ്രാൻഡഡ് പാക്കറ്റുകളാണ്. തീർച്ചയായിട്ടും നല്ലൊരു ബിസിനസ് ഉണ്ടാവും എന്ന് നമുക്കറിയാം. അതിലേക്ക് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള വ്യാപാരി വ്യവസായിയുടെ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ജോബി പറപ്പുള്ളി, സെക്രട്ടറി ടിംസി പറപ്പുള്ളി, അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ ആദ്യ വിൽപ്പന നടത്തുന്ന നമ്മുടെ വ്യാപാരി വ്യവസായി സമിതി പട്ടിക്കാട് യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ബാബു കൊള്ളന്നൂരാണ്. അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കണം. അതിന് ഈശ്വരൻ എല്ലാ അനുഗ്രഹം തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും ഇന്നത്തെ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഓണത്തെ വരവേൽക്കാൻ വിക്കിപീഡിയ കൂട്ടായ്മ വിക്കി ഓണത്തെ സ്നേഹിക്കുന്നു എന്ന പരിപാടി സെപ്റ്റംബർ 1 മുതൽ 30 വരെ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഓണവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ചേർക്കുകയും മറ്റുള്ളവരെ ചിത്രങ്ങൾ ചേർക്കാൻ ക്ഷണിക്കുകയും അതുവഴി ഓണത്തെക്കുറിച്ചുള്ള അറിവുകൾ ലോകമെമ്പാടുമുള്ള ആളുകളുമായി പങ്കുവയ്ക്കുകയാണ് ലക്ഷ്യം. വാർത്താ സമ്മേളനത്തിൽ ബിനോയ്, മനോജ് എന്നിവർ പങ്കെടുത്തു. അധ്യാപക ദിനാഘോഷം സെന്റ് അലോഷ്യസ് LP സ്കൂൾ എൽത്തുരുത്ത് അതിഗംഭീരമായി ആഘോഷിച്ചു. അക്ഷരം അറിവാണ്, അറിവ് വെളിച്ചമാണ്. ആ വെളിച്ചം വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്ന അധ്യാപകർക്ക് അധ്യാപക ദിനാശംസകൾ. സ്കൂളിലെ കുരുന്നുകൾ ഈ ദിനാചരണം അതിഗംഭീരമായി സംഘടിപ്പിച്ചു. ഹെഡ്മിസ്റ്റേഴ്സ് ബിന്ദു KP അധ്യക്ഷത വഹിച്ചു. സെന്റ് അലോഷ്യസ് ക്രൈസ്റ്റ് കോളേജുകളുടെ മുൻ പ്രിൻസിപ്പലും സെന്റ് അലോഷ്യസിന്റെ ഇപ്പോഴത്തെ മാനേജറുമായ റവറൻഡ് ഫാദർ തോമസ് ചക്രമാക്കിൽ CMI പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ അധ്യാപകർക്കും അറിവിന്റെ വെളിച്ചം പകർന്നു നൽകി സ്കൂൾ മാനേജർ അവരെ ആദരിച്ചു. ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നതിനുള്ള വാക്കുകൾ അറിയിച്ചു. അധ്യാപകരുടെ നേതൃത്വത്തിൽ കുരുന്നുകൾക്ക് മധുരം നൽകി കേക്ക് മുറിച്ചു അത്യാകർഷകമായി ആഘോഷിച്ചു. സ്കൂൾ ലീഡർ സഹൽ റോസ് പുളിക്കൻ ആശംസകൾ നേർന്നു. ജിസ്മി ജോസ് ടീച്ചറും ജോയ്സി MJയും പരിപാടികൾക്ക് നേതൃത്വം നൽകി. കരുപത്ര ആരോഗ്യമാതാവിന്റെ 8 നോമ്പ് തിരുനാൾ 7, 8 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തിരുനാളിന്റെ ഭാഗമായി 50ഓളം അമ്മമാരുടെ നേതൃത്വത്തിൽ കേശദാനം നടത്തി. 3 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കാലവർഷ ദുരിത മേഖലയായ വയനാടിന് പ്രത്യേക സാമ്പത്തിക സഹായവും നൽകും. വിശുദ്ധ ബലിക്കും കൂട് തുറക്കൽ ശുശ്രൂഷയ്ക്കും തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ കാർമ്മികത്വം വഹിക്കും.
ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ലൂർദ് കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ കാർമ്മികനാകും. ഫാദർ മനോജ് കീഴേരുമുട്ടിക്കൽ, ജനറൽ കൺവീനർ ആന്റണി വടക്കൻ, സൈമൺ തേർമഠം, പോൾ നീണ്ടുശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ നമുക്കറിയാം വയനാട് ദുരിതവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുള്ള ആ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ നല്ലൊരു സംഖ്യ ഞങ്ങൾ വയനാടിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് തോന്നുകയാണ്. എല്ലാവരും ഒന്നടങ്കം പറഞ്ഞൊരു കാര്യമാണ് അത് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പ്രത്യേകമായിട്ട് ആ ഒരു ജീവകാരുണ്യ അല്ലെങ്കിൽ ഒരു കാരുണ്യത്തിൻ്റെ തിരുനാളാണ്. ഈ 2 ദിവസമാണ് നമ്മുടെ ഊട്ട് നീണ്ടു നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ശനി ഞായറാണ് ഈ പ്രാവശ്യം വരുന്നത്, 7-8 തീയതികളിൽ. ഇപ്പോൾ ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 നമ്മുടെ ഊട്ട് ആരംഭിക്കുക. അത് ഏകദേശം ഒരു 10-11 മണിയോളം വരെ നമ്മുടെ ഈ ഊട്ട് രാത്രി വരെ നീണ്ടു നിൽക്കും. പിറ്റേ ദിവസം, അതായത് 8-ാം തീയതി ഞായറാഴ്ച, നമ്മൾ രാവിലെ 7:30 നമ്മൾ വീണ്ടും ഈ ഒരു ഊട്ട് തുടങ്ങും. അത് ഉച്ചവരെയാണ്. പക്ഷെ നമുക്ക് കൂടുതൽ അംഗങ്ങൾ ഉണ്ടെങ്കിൽ വരുന്നവർക്കൊക്കെ ഞങ്ങളത് സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്റർപ്രൈസ് മീറ്റ് ലുലു ഇന്റർനാഷണൽ സെന്ററിൽ ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി ഹോളി ഫാമിലി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സ്കൂളിലെ അധ്യാപകരെ ആദരിച്ചു. നടത്തറ പഞ്ചായത്ത് ആയുർവേദ ആശുപത്രി ആയുഷ് വയോജന ക്യാമ്പ് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.